അന്ന കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സുനിൽ കനഗൊലു എന്നൊരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണല്ലേ. അദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെയും നീക്കത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു റിപ്പോർട്ട് കനഗൊലുവിൻ്റെതായി വരികയാണ്. അത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയാണ്. എന്താണത്? കോൺഗ്രസ് അടുത്ത തവണയും ഭരണം പിടിക്കാൻ പോകുന്നില്ല, അടുത്ത തവണയും പരാജയപ്പെടാൻ പോകുന്നുവെന്ന ആഭ്യന്തര റിപ്പോർട്ട് കനഗൊലുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നുവെന്നതാണ്. ഈ കേരളത്തിലെ പാർട്ടിക്കുള്ളിലുള്ള തർക്കങ്ങളും പ്രതിസന്ധികളും ഒക്കെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പലതവണ നടത്തി, പല വിധത്തിൽ നടത്തി, അതൊക്കെ പക്ഷേ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ടിലുള്ളത്. അതെ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് എനിക്ക് ഓർമ്മയുണ്ടാകും, വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ നിലയിൽ ഒരു സർവേ നടത്തി നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ എന്നൊരു വിവരം വന്നിരുന്നു. അതിനെതിരെ രഹസ്യ സർവേ അതിനെതിരെ അവരുടെ യോഗത്തിൽ തന്നെ വലിയ വിമർശനങ്ങളും എതിർപ്പ് സ്വരങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. പക്ഷെ ആ സർവേയിൽ അതിനുശേഷം പോലും പറഞ്ഞ കാര്യങ്ങളിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു ഈസി വാക്ക് ഓവർ UDFന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പിന്നീട് വി ഡി സതീശൻ പ്രതികരിച്ചത്. എങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ സുനിൽ കനഗൊലു പറയുന്നു, ഒരു കാരണവശാലും അടുത്ത തവണ UDF അധികാരത്തിൽ വരില്ല കേരളത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ നിലയിൽ സംഘടനയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങളാണ്, ആഭ്യന്തര പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. എന്തായാലും എന്താണ് കനഗൊലുവിന്റെ റിപ്പോർട്ട്, UDFന്റെ ഭാവി എന്താകും കേരളത്തിൽ എന്നുള്ളതാണ് അവരുടെ തന്നെ വിലയിരുത്തൽ. നോക്കാമല്ലേ? കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്താമെന്നുള്ള കോൺഗ്രസിന്റെ ശ്രമം അപകടത്തിലാണെന്നും മൂന്നാം തവണയും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗൊലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മൂന്നാമത്തെ പരാജയത്തിലേക്ക് നീങ്ങും. കേരളത്തിൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഗുണം ചെയ്യുന്നില്ല. ഇതിനകം തന്നെ പാർട്ടിക്ക് അധപതനം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് കനഗൊലുവിൻ്റെ സർവേയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ 2031 തെരഞ്ഞെടുപ്പിലേക്കാണ് കനഗൊലു ലക്ഷ്യം വയ്ക്കുന്നതെന്നും സൂചനയുണ്ട്. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് പിന്നാലെ അധികാരം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് സർവേ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. 2026 കേരളം അസം തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ ചുമതലയാണ് കനഗൊലുവിനെ ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പൾസറിഞ്ഞ് തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ നടത്താനാണ് കനഗൊലുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിൻ്റെ ചുമതല. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള നൂതന മാർഗങ്ങൾക്ക് കനഗൊലുവും സംഘവും രൂപം നൽകും. കനഗൊലുവിൻ്റെ ടീമിന് പുറമെ ഏതാനും ഏജൻസികളെ കൂടി സർവേക്കായി ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം അവസാനമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സർവേയാണ് മറ്റ് ഏജൻസികൾ പ്രധാനമായും നടത്തുന്നത്. ഇതിനിടയിലാണ് 2026 LDF സർക്കാരിൻ്റെ തുടർഭരണം കനഗൊലുവും സമ്മതിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സമാനമായ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.